ക്യാറ്റ്ലെസ് കിലബെറുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. CRPF അടക്കമുള്ളവർ പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ച് കുട്ടികളെ നേരിട്ടു എന്നുള്ളതാണ്. ഒരു ശത്രു സൈന്യത്തെ നേരിടുന്നതിന് സമാനമായ നിലയിലാണ് പോലീസ് ഒരു ജനകീയ സമരത്തെ നേരിട്ടത്. ഈ കാര്യത്തെ സംബന്ധിച്ച് ഗവൺമെൻറ് CJP നേതാക്കളുമായി നടന്ന ചർച്ചയിലോ അതിനുശേഷം നടന്നിട്ടുള്ള ധാരണയിലോ ഈ കാര്യത്തെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല. പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കു നേരെയൊക്കെ പ്രാകൃതമായ നിലയിലുള്ള അതിക്രമങ്ങൾ അഴിച്ചുവിട്ട പോലീസിൻ്റെ നടപടിയിൽ ഒരു യൂണിഫോമും ഇല്ലാതെ കുട്ടികളെ ആക്രമിച്ച എത്രയോ സംഭവങ്ങളുണ്ടായി. അതെല്ലാം വീഡിയോ ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നു. ഇങ്ങനെയാണ് സ്ഥിതി എന്നുണ്ടെങ്കിൽ ഭാവിയിലും ഉയർന്നു വരുന്ന ജനകീയ സമരങ്ങളെ നേരിടാൻ ഇത്തരത്തിലുള്ള വോളണ്ടിയേഴ്സിനെയും പോലീസിനെയും നിയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് നിയമവാഴ്ച? ധർമ്മേന്ദ്ര പ്രധാൻ രാജിക്ക് ശേഷമുള്ള ആദ്യ സമ്മേളന ദിവസമാണ് ഇന്ന്. പാർലമെന്റിലേക്ക് പോകാൻ NK പ്രേമചന്ദ്രൻ MP പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് എങ്ങനെയായിരിക്കും ഒരു പ്രതിപക്ഷത്തിൻ്റെ നിലപാട്? ഇന്ന് രാവിലെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ മല്ലികാർജുൻ ഖാർഗെയുടെ ഓഫീസിൽ വെച്ച് പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ യോഗം ചേരുന്നുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച പശ്ചാത്തലത്തിൽ സമരം അവസാനിപ്പിച്ച സാഹചര്യത്തിൽ എന്തായിരിക്കണം ഫ്ലോറിൽ സ്വീകരിക്കേണ്ടുന്ന സ്ട്രാറ്റജി എന്നതിനെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്ത് സമവായത്തിലെത്തി തുടർ നടപടികളുമായി മുന്നോട്ട് പോകും. പക്ഷെ ഒരു കാര്യം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. പക്ഷേ ഈ സമരത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായതും വിമർശന വിധേയമായതും ജൂലൈ മാസം 20-ാം തീയതി നടന്ന പ്രാകൃതമായ ലാത്തിച്ചാർജും പോലീസിൻ്റെ നരനായാട്ടുമാണ്. CRPF അടക്കമുള്ളവർ പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ച് കുട്ടികളെ നേരിട്ടു എന്നുള്ളതാണ്. ഒരു ശത്രു സൈന്യത്തെ നേരിടുന്നതിന് സമാനമായ നിലയിലാണ് പോലീസ് ഒരു ജനകീയ സമരത്തെ നേരിട്ടത്. ഈ കാര്യത്തെ സംബന്ധിച്ച് ഗവൺമെൻറ് CJP നേതാക്കളുമായി നടന്ന ചർച്ചയിലോ അതിനുശേഷം നടന്നിട്ടുള്ള ധാരണയിലോ ഈ കാര്യത്തെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി, ഉത്തരവാദിയായ ആഭ്യന്തരമന്ത്രി ഈ കാര്യത്തെ സംബന്ധിച്ച് സഭയിൽ പ്രസ്താവന നടത്തണം. ജനങ്ങളോട് പരസ്യമായി മാപ്പ് പറയണം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളാണ് കലാപത്തിന് നേതൃത്വം കൊടുത്തത്, സംഘർഷമുണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ ക്യാമ്പയിൻ നടത്തി. പക്ഷേ പുറത്തു വന്നിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം ആ പ്രാകൃതമായ അക്രമം അഴിച്ചുവിട്ടത് ഒരു പ്രകോപനവും ഇല്ലാതെ വിദ്യാർത്ഥികൾക്ക് നേരെ, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കു നേരെയൊക്കെ പ്രാകൃതമായ നിലയിലുള്ള അതിക്രമങ്ങൾ അഴിച്ചുവിട്ട പോലീസിൻ്റെ നടപടിയിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ്, പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം എന്നുള്ളതാണ് ശക്തമായ ആവശ്യമായി സഭയിൽ ഉന്നയിക്കാൻ. പല ഉദ്യോഗസ്ഥരും യൂണിഫോം പോലും ഇല്ലാതെയാണ്. ഉദ്യോഗസ്ഥരാണോ എന്ന് നമുക്കിപ്പോഴും വ്യക്തമല്ല. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ലാത്തിച്ചാർജ് ചെയ്ത സംഭവമുണ്ട്. തീർച്ചയായിട്ടും വോളണ്ടിയേഴ്സാണ് അവർ. ഈ ഗവൺമെൻറ്റിനെ സഹായിക്കുന്ന സംഘടനകളുടെ വോളണ്ടിയേഴ്സായി കുറുവടിയും ദണ്ടും ഒക്കെയായി കടന്നു വന്ന് ഒരു യൂണിഫോമും ഇല്ലാതെ കുട്ടികളെ ആക്രമിച്ച എത്രയോ സംഭവങ്ങളുണ്ടായി. അതെല്ലാം വീഡിയോ ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നു. ഇങ്ങനെയാണ് സ്ഥിതി എന്നുണ്ടെങ്കിൽ ഭാവിയിലും ഉയർന്നു വരുന്ന ജനകീയ സമരങ്ങളെ നേരിടാൻ ഇത്തരത്തിലുള്ള വോളണ്ടിയേഴ്സിനെയും പോലീസിനെയും നിയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് നിയമവാഴ്ച? അപ്പോൾ രാജ്യത്തെ നിയമവാഴ്ചയാണ് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്. RSS നേതാക്കൾ അത്തരത്തിൽ ആക്രമിക്കാൻ വന്നൊക്കെ ഒരു ആക്ഷേപം ഉയരുന്നുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? അതൊക്കെയാണ് പരിശോധിക്കേണ്ടത്. അത്തരം കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അന്വേഷിച്ച് വീഡിയോ ദൃശ്യങ്ങളുണ്ട് ഗവൺമെൻറ് മുമ്പിൽ. ആ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച് കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരായി കണ്ടെത്തുന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ പ്രധാനമായും ഈ ചർച്ചയിൽ ആവശ്യപ്പെടുന്നത്. ഇന്നിപ്പോൾ ബില്ല് വരികയാണ്. ഈ ബിൽ ചർച്ചയിലേക്ക് പോകാനാണോ അതോ പ്രതിഷേധം തുടരാണോ തീരുമാനിക്കേണ്ടത്? ഫ്ലോർ സ്ട്രാറ്റജിയുടെ കോർഡിനേഷൻ മീറ്റിംഗ് ആണ്. അതാണിപ്പോൾ കൂടാൻ പോകുന്നത്. ആ ബില്ലിനെ സംബന്ധിച്ച് ബില്ലിൽ പുതുതായി എന്തെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നിലവിലുള്ള ശിക്ഷ, നിലവിലുള്ള പീനൽ ഫൈൻ അത് ഗണ്യമായി വർദ്ധിപ്പിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇത്തരം സംഭവങ്ങൾ തടയുന്നതിനാവശ്യമായി എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങളോ മാർഗങ്ങളോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിൻ്റെ ഉള്ളടക്കത്തോടൊന്നും ഞങ്ങൾ ആരും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, കേന്ദ്രത്തിലേക്ക് എല്ലാ അധികാരങ്ങളും കേന്ദ്രീകരിക്കുന്ന സ്ഥിതിയാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇതനുസരിച്ചാണെങ്കിൽ പുതിയ നിയമം അനുസരിച്ച് എന്തെങ്കിലും ലീക്കേജോ മാൽ പ്രാക്ടീസോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയെ, CBI ഉൾപ്പെടെയുള്ള സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി കൂടാതെ ഒരു പ്രത്യേക അന്വേഷണ ഏജൻസിയെ രൂപീകരിക്കാനുള്ള അധികാരം കൂടി പുതുതായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോ ആൻഡ് ഓർഡർ ആരുടെ? സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളിലാണ്. പബ്ലിക് എക്സാമിനേഷൻ ആയതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ആകാൻ ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അപ്പോൾ തന്നെ കൂടുതൽ അധികാരങ്ങൾ കേന്ദ്രത്തിലേക്ക് വരുന്നു. ഒരു കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാരുകൾ നടത്തിയിരുന്ന പ്രവേശന പരീക്ഷയാണ് കേന്ദ്രം ഏറ്റെടുത്തത്. ഏതായാലും ഒരു പൊതുപരീക്ഷയായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ അടക്കം നിയോഗിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് അധികാരം നൽകുമ്പോൾ സംസ്ഥാനങ്ങൾക്കുള്ള അവകാശവും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഫെഡറൽ ഭരണഘടനാ ജനാധിപത്യ സംവിധാനവും
വലിയ വെല്ലുവിളിയെ നേരിടുന്നു എന്നുള്ളതാണ്. ആ സാങ്കേതിക പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിക്കും. എന്തായിരിക്കും നയപരമായ നിലപാട് ബില്ലിന്മേൽ സ്വീകരിക്കുക എന്നുള്ളത് ഇന്നത്തെ യോഗത്തിന് ശേഷം വ്യക്തമായ തീരുമാനമുണ്ടാകും. ഈ CJPക്ക് പിന്നാലെ ഇപ്പോൾ E20യുമായി ബന്ധപ്പെട്ട് ചില ഗ്രൂപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. E20 നിരോധിക്കണം, അല്ലെങ്കിൽ E20ക്ക് പകരം നല്ല ശുദ്ധമായ പെട്രോൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമീപമായ അല്ലെങ്കിൽ സമാനമായ ചില പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത്. അതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, സമാന സ്വഭാവത്തിലുള്ള നിരവധി ജനകീയ പ്രശ്നങ്ങൾ രാജ്യത്ത് ഉയർന്നു വരും. ഇപ്പോൾ E20 മാത്രമല്ല, അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംഭാവനയും സാമ്പത്തിക ക്രമക്കേടും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. E20 എത്തനോൾ ബ്ലൻഡിംഗ് പെട്രോളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. നിരവധി ജനകീയ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ടതല്ലേ ലേബർ കോഡ്. 4 ലേബർ കോഡുകൾ രാജ്യത്തൊട്ടാകെ ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്തു തുടങ്ങി. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കേരളത്തിലടക്കം നമ്മൾ അനുഭവിച്ചിരുന്നു. അപ്പോൾ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ, വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, അതുപോലെ പൊതുസമൂഹത്തിൻ്റേതടക്കമുള്ള നിരവധി ജനകീയ പ്രശ്നങ്ങൾ പ്രതിഷേധാത്മകമായി ഉയർന്നു വരാനുള്ള പ്രചോദനം കൂടിയാണ് സത്യത്തിൽ വിദ്യാർത്ഥികൾ നടത്തിയ ഈ സമരം. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഈ ഗവൺമെൻറ്റിൻ്റെ അവസാനത്തിൻ്റെ തുടക്കമാണ് സത്യത്തിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. NK പ്രേമചന്ദ്രൻ MP ആണ് പാർലമെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളോട് പ്രതികരിച്ചത്. വീടിന് സന്തു പരമ്പരയ്ക്കൊപ്പം റിപ്പോർട്ട് നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.